ഹലോ. ഇത് അതല്ല കേട്ടോ, ഇത് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റപ്പോഴുള്ള ശബ്ദമാണ്. അപ്പം ഒരു നിമിഷത്തേക്ക് ഞാൻ ഓർത്ത് പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റായി പോയതെന്ന് കുറച്ച് നേരത്തേക്ക്. എന്തായാലും കൊള്ളാം. വന്ന വിഷയം പറഞ്ഞായി സൗണ്ട് കേട്ടപ്പം. സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ഗെയിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ഗെയിൽ എന്ന് പറഞ്ഞല്ലേ. കുറേ നാളായി, ശരിയാണ്, കുറേ നാൾക്ക് ശേഷമാണ് ഈ ഒരു തിരിച്ചുവരവ്. ഇപ്പോൾ ഭയങ്കര നമ്മൾ സാധാരണ ആ ഒരു ഇൻട്രോ പറയുന്നതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഭയങ്കര സൈലൻ്റ് ആയിട്ടൊരു സമയമല്ലേ, ഭയങ്കര ഡിഫറെൻ്റ് ഇപ്രാവശ്യം. അപ്പം വേറെ ഒന്നുമല്ല, സൗണ്ട് പറയാൻ കാരണം രാവിലെ 4 മണിയാണ്, ചുറ്റുപാട് സൗണ്ടൊന്നുമില്ല. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്. ഡെയിലി ഗെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ഡെയിലി ഉള്ള ഓരോ സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്ന് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡേ, അപ്പയുടെ 50th ബർത്ത്ഡേ, ഗോൾഡൻ ജൂബിലി എന്നല്ല പറയുന്നത്. അപ്പം 50th ബർത്ത്ഡേ ആണ് അപ്പയുടെ. സോ അത് ഒബ്വിയസ്ലി 50th ബർത്ത്ഡേ വ്യക്തിയുടെ കൊണ്ട് അത്ര സ്പെഷ്യൽ എല്ലാവർക്കും അല്ലേ. സോ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മുന്നോട്ട് ഞാനിപ്പം ഒരുപാട് സംഭവങ്ങൾ നടന്നതിനിടയ്ക്ക് ഞാൻ ബി.എഡിന് ജോയിൻ ചെയ്തു. ബി.എഡിന് ജോയിൻ ചെയ്തതിന് കൂടെ തന്നെ ഇപ്പം ടീച്ചിങ് പ്രാക്ടീസ് നടക്കുവാണ്. ആദ്യമായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. ബട്ട് ഇന്നതല്ല, അതെല്ലാം വരും മുന്നോട്ടുള്ള വീഡിയോസുകൾ. ഇനി എന്തായാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും, നമ്മൾ കട്ടയ്ക്ക് നിൽക്കും. പക്ഷേ ഇപ്പം നമുക്ക് ഇന്നെന്ന് പറയുന്നത് അപ്പയുടെ 50th ബർത്ത്ഡേ. അത് നമ്മൾ പ്ലാൻ ചെയ്ത കുറേ സംഭവങ്ങൾ, അതെല്ലാം നമ്മളിന്ന് വീഡിയോയിലൂടെ നമ്മളൊന്ന് ഇന്നത്തെ വീഡിയോ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ബാക്കി നമുക്ക് വീഡിയോ കാണാം. സോ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇനി മുടിയൊക്കെ ഒന്ന് ചെയ്യി, ഈ ഹുഡി സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റണം. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. രാവിലെ സമയം 11:05 എന്നുവെച്ചാൽ രാവിലെയായിട്ട് കുറച്ച് നേരമായി. നമ്മുടെ പുറത്തെ ചെടിയൊക്കെ കേട്ടോ. സോ ഗൈസ്, ആദ്യമേ തന്നെ ഞാനും ഇല്ല അച്ഛനും ചുമ്മാ ഒന്ന് ഒരു ട്രൈ കൊടുക്കാമെന്ന് ഓർത്തു. എന്തായാലും ഭയങ്കര നടക്കാൻ പാടാണ്, അതായത് ഒരു ഫോട്ടോ അപ്പയുടെ ഇങ്ങനെ വരയ്ക്കാമെന്ന്. അപ്പം അത് ഞാൻ ആദ്യമേ നോക്കി. ആദ്യമേ ഇപ്പം ഇത്ര നേരം എടുത്തതാണ്, ഇത്ര നേരം വരയ്ക്കാൻ നോക്കി. പക്ഷേ നമുക്ക് ഒരാഴ്ചയൊക്കെ എടുക്കും ഒരു ഫോട്ടോ നല്ലതായിട്ട് വരയ്ക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനത് തോറ്റു. ഇപ്പോൾ ഏലാച്ചൻ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് കാണാം എന്നെ വരയ്ക്കുന്ന നമുക്ക് കാണാവേ ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം ഞാൻ തോറ്റു കൊടുത്തിരിക്കുന്നു, അല്ല തോറ്റു പോയിരിക്കുന്നു. ഇതാ അടുത്തത് ഏലിയാച്ചൻ ട്രൈ ചെയ്യുവാണ്. എന്തൊക്കെ ഇപ്പോൾ വരച്ച് തരുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇപ്പോൾ എന്നെ അവൻ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഡെക്കറേഷൻ ചെയ്യേണ്ട സമയം, പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി. ഡെക്കറേഷൻ്റെ ഐറ്റംസൊക്കെ ആമസോണിലാണ് ഓർഡർ ചെയ്തത്. അതെത്താൻ ഇതുവരെ എത്തില്ല. അറൈവിങ് ടുഡേ എന്നാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. എത്താൻ ഇവിടെ പോയാൽ അല്ലേടാ, എത്തത്തില്ലടാ. എത്താനിക്കത്തില്ല. അപ്പം അതുവരെ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. റൂം ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞത്, പക്ഷേ ഇവൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കടാ. ചെയ്യടാ, ഇവിടെ വെക്കടാ, സമയമില്ല. ഗൈസ്, ഇങ്ങനെ സ്പീഡിൽ ഓടുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഡെക്കറേഷനുള്ള തിരക്കി പോകുന്നതെന്ന്. പക്ഷേ അല്ല, ഡെക്കറേഷനുള്ള സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ, ഇല്ലാസേ ഇവിടെ നമുക്കൊരു പണി തന്നായിരുന്നു, റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ട് ബെഡെല്ലാം അറേഞ്ച് ചെയ്യാൻ. ഇതാണ്ട് ഫോണിൽ നോക്കിക്കൊണ്ട് ചെയ്യടാ പണി, അങ്ങോട്ട് ഷീറ്റ് ഒരിക്കടാ. എടാ സമയമില്ലടാ. എടാ ഇതൊരു സാധനമൊന്നും വന്നില്ല. നമ്മളിപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡെക്കറേഷനിലോട്ട് പോകുന്നതായിരിക്കും, ഇവിടുത്തെ ഡെക്കറേഷൻ കഴിഞ്ഞ ശേഷം.
ഗൈസ് സമയം ഇപ്പോൾ 12:15. പക്ഷേ ഇതുവരെയായിട്ടും നമ്മുടെ ഡെക്കറേഷൻ സാധനം വന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം എന്നാ ചെയ്യാൻ വന്നില്ല സാർ? നമ്മളെല്ലാം ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ പോകും. ആദ്യം നമ്മൾ ഗിഫ്റ്റെല്ലാം ഒന്ന് പരിചയപ്പെടുത്തുക. നമ്മുടെ ഏതൊക്കെ ഗിഫ്റ്റാണ് ഉള്ളതെന്നെ. ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ്സ്. നമ്മളിപ്പോൾ ഇതെല്ലാം കവർ ചെയ്യാൻ പോവുക. ഇത് എൻ്റെ ഗിഫ്റ്റ്, ഇത് എൽസബയുടെ, ഇത് ഏലിയാച്ചൻ്റെ. ഇപ്പോൾ ഓരോന്ന് തുറന്ന് കാണിച്ചതേ. ആദ്യമേ അച്ചാച്ചൻ്റെ ചെയ്തതാണെങ്കിൽ വലിയ കാര്യങ്ങളാണ്. എടാ നീ ഇങ്ങനെ പതിയെ പതിയെ ഉറക്കപ്പെടാ. ഇവിടെ പതിയെ പതിയെ തുറക്ക്. നമുക്കൊരു കീ ചെയിനാണുള്ളത്. കീ ചെയിൻ പ്രത്യേകമുള്ള കീ ചെയിനാണ്. തുറക്കാനൊക്കെ പറ്റും കേട്ടോ. ഇച്ചിരി പാടാന്നുള്ളൂ. അപ്പനാണിത്. അപ്പൻ്റെ ഉടുപ്പില്ലാത്ത ഉടുപ്പില്ല. പണ്ട് ഇങ്ങനെയെന്നാ ഗൈസ് ഇതൊരു ചെറിയ ആൽബം പോലെ. അപ്പോൾ നമ്മുടെ കീ ചെയിനായിട്ട് ഞാൻ ആദ്യം ഒരു സ്ക്രാപ്പ് ബുക്ക് കൊടുക്കാമെന്ന് ഓർത്തെ. പക്ഷെ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു നമ്മുടെ ചെറുപ്പം തൊട്ട് ഇതുവരെയുള്ള ഒരു മെമ്മറി പോലെ ആത്തില്ലേ. അതിവിടെ അറിയാതെ വന്ന ഒരു ഫോട്ടോ. അവർക്കൊന്നും ഫോട്ടോ സെൻസ് ഇല്ലാത്തോട്ട് ഒരു ഫോട്ടോ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു മെമ്മറി പോലെ നമുക്കിത് എപ്പോഴും കീ ചെയിനായിട്ട് കയ്യിലുള്ളതുകൊണ്ട് ഒരു ചെറിയ ആൽബമായിട്ട് ഞാൻ അത് കസ്റ്റമൈസ് ചെയ്തതാണ്. അടുത്ത ആരുടെ ഇല്ലേച്ചാ കാണിക്കുന്നത്? അടുത്തത് ചേച്ചിൻ്റെ കാണിച്ചേക്കാം. ചേച്ചിൻ്റെ കാണിക്കുമ്പോൾ അതിനെട്ടത് കാരണം എന്നും കാണിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ സാധനമാണ്. പക്ഷെ സ്പെഷ്യൽ സാധനം കാര്യം നെട്ടരുത്. ഞങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ചേച്ചി അപ്പയും മാത്രം. ഞങ്ങളില്ല ഗൈസ്, ഇത് അപ്പയുടെ എൽസിൻ്റെ മാത്രം യൂണിവേഴ്സാണ്. ഇനി അടുത്ത ആരുടെ അല്ല എൻ്റെ തന്നെ. പക്ഷെ അത് ഞാൻ മേടിച്ചു കൊടുത്ത എൻ്റെ ഐഡിയ ആയിരുന്നു. അതെ അതെ. എൻ്റെ ഇവരുടെ പോലെ ഒന്നും ചെറിയ ഏലിയാസിന്റെ വലിയൊരു ഐഡിയ ആയിരുന്നു. ഒരു ഫോട്ടോ ഒക്കെ വരച്ചു കൊടുക്കുന്ന ഒരു ഐഡിയ ആയിരുന്നു. അത് നടക്കാത്തോണ്ടല്ല, സമയം കിട്ടാത്തോണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്തു. പക്ഷെ ഇപ്പൊ അതിലും ഒരു വെറൈറ്റി സാധനം, നാച്ചുറാലിറ്റി ഉള്ള സാധനമാണ്. ഇവരെ പോലെ പ്രിന്റഡ് ആയിട്ട് ഒന്നും ഞാൻ ചെയ്യാറില്ല. പെയിന്റ് ചെയ്ത പ്രിന്റാണ് ഇത്. ഇതാണ് എൻ്റെ സാധനം. അതിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ എൻ്റെ മഹാത്മ്യമുണ്ട്. ആരും കണ്ടു നെട്ടരുത്. എൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇങ്ങനെ. ഇതൊരു പസിൽ ഗെയിമാണ്. കണ്ടാൽ ചെറുതായിട്ടൊന്നും, പക്ഷെ വലിയ കാര്യങ്ങളുള്ള ബുദ്ധിയുള്ളവർക്ക് മാത്രം പറ്റിയ പരിപാടിയാണ്. അതുകൊണ്ടാണ് ഏലിയാസ് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിനകത്ത് സൗന്ദര്യമുള്ള ഞാനും എൻ്റെ അമ്മയും ഉണ്ട്. ബാക്കിയുള്ളവരും ശ്രദ്ധിച്ചു. അതിശയനത് ആ ദേവനെ പോലെ അത് വരച്ച നമുക്ക് മുടി വരയ്ക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാ അച്ചാച്ചനെ കണ്ടോ നമ്മളെ സുരാജ് മുന്നാറുമായിട്ട് ദശമൂലം പോലെയല്ലേ? ദശമൂലത്തിന് മതി മതി, നമുക്ക് ബാക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഗിഫ്റ്റിൽ റാപ്പ് ചെയ്യാം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മുടെ 3 ഗിഫ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ആ ബാഗിലോട്ടാക്കി കയ്യിലേച്ചാ ബാഗിലോട്ടാക്കി വെച്ചേക്ക്. അങ്ങനെ ഇപ്പം 2 മണിയായി. ഡെക്കറേഷൻ്റെ സാധനം വന്നോന്ന് ചോദിച്ചാൽ വന്നു. ഇല്ലാച്ചാ എന്ത് ചെയ്യേ കാണിച്ചു കൊടുത്തേ. നമ്മുടെ ഈ കിടിയിലുണ്ട്. നമുക്കിതിപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാം അല്ലേ രാജാ? ഓക്കെ, നമുക്കന്ന് തുറന്ന് നോക്കാം. ഗൈസ് ഇപ്പോൾ സമയം 5:15. നമ്മൾ ഡെക്കറേഷനൊക്കെ തുടങ്ങിയിരിക്കുക. ഏലിയാച്ചനാണെന്നും ഇപ്പോഴും നമ്മളിവിടെ ഫുള്ള് ഇത്രയും വായു ഏലിയാച്ചൻ്റെ അല്ല ഏലിയാച്ചൻ്റെ അല്ല കേട്ടോ ഗൈസ്. ഇത് വേറെ എന്താ സാധനം വെച്ച് വീർപ്പിച്ചതാണ്. ഞാൻ ഓർത്ത് ഇത്ര നേരം വീർപ്പിച്ചായിരുന്നു. എടാ അങ്ങനെ പൊട്ടൂടാ ഉണ്ടേ. ഇപ്പോൾ നമുക്ക് ഇത്ര നേരം നമ്മുടെ വീഡിയോ ഇല്ലാത്ത വരും. കുറച്ച് കഴിയുമ്പോൾ ഒരാളും കൂടെ വരും. ഒരാളും കൂടെ ഉണ്ട്, എൽസിയും വരും. എൽസബേ വരുന്നില്ലേ? ഉണ്ടേ അങ്ങോട്ട് പോയി.
ഗൈസ്. സോ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഈ ബലൂണല്ല ഏത് രീതിയിലൊരു ആർച്ചൊക്കെ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, അല്ലേ ചേച്ചാ? പിന്നെ ഈ ബ്ലൂ കളറ് വൈറ്റ് കളറൊക്കെ ഉണ്ടല്ലോ, അത് ഈ ബലൂണിൻ്റെ, അതായത് ബലൂണിൻ്റെ അല്ല, നമ്മുടെ തീമാണ് നമ്മൾ ഈ ബലൂൺ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് വന്നിരിക്കുന്നത്. ഗൈസ്, നമ്മളങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ടേ എൽസി നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ അത്ര വെച്ചിട്ടില്ല പൊട്ട്. ഇപ്പം തന്നെ നമ്മുടെ തീം ബ്ലൂ ആയിരുന്നെങ്കിലും ഇപ്പം വൈറ്റും ഗ്രേയും മാത്രമേ ഏറ്റവും കൂടുതലുള്ളൂ, എല്ലാം നീലയും പൊട്ടി. വീർപ്പിക്കില്ല ചാ. ഞാൻ മിക്കവാറും കുറച്ചും കൂടെ ബ്ലൂ പോയി മേടിക്കേണ്ടി വരും. അല്ല നമ്മളെല്ലാം വരും ഗ്രേ ഷർട്ടും വൈറ്റ് ഷർട്ടും രണ്ടുപേരും തീം തൽക്കാലത്തേക്കൊന്ന് മാറ്റണം എന്ന് പറഞ്ഞ്. ഗൈസ്, ഇപ്പം നമ്മൾ ബലൂണെല്ലാം കൂടെ കണക്ട് ചെയ്തിരിക്കുക. ഇത് ഞാൻ കാണിച്ചത് ഗൈസ്, ഇതൊരു വെറൈറ്റി സംഭവം കേട്ടോ. ഞാൻ ആദ്യം എടുക്കുക തന്നെ. ഇതിൻ്റെ അകത്ത് ഈ സ്ട്രിപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ ഇതുണ്ട്, ഹോളുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഓരോ ബലൂണിൻ്റെ ഇങ്ങനെ കയറ്റി കയറ്റി വെച്ചത്. അപ്പോൾ ഫുള്ള് ഇങ്ങനെ കണക്ട് ചെയ്തു. ശരിയാണ്. ഗൈസ്, അങ്ങനെ അവസാനം നമ്മൾ ഡെക്കറേഷനൊക്കെ റെഡി കണ്ടതുണ്ട്. 50th ഹാപ്പി ബർത്ത്ഡേ ചാ. സ്ക്രീനിൽ മറിക്കടാ. ഇതുണ്ട്, 50th ഹാപ്പി ബർത്ത്ഡേ. ഒരു 1.5 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു. 3 മണിക്കൂറായി. അയ്യോ, എന്തായാലും ബാക്കി ഇനി എല്ലാവരും വരുന്നുണ്ട്, ഗസ്റ്റ് എല്ലാം വരുന്നുണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കസിൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പം അവരെല്ലാം വരുമ്പോൾ ബാക്കി നമുക്ക് കാണാം. ഗൈസ്, ആണ്ടെ വെല്ലുമ്മ വന്നിട്ടുണ്ട്, അമ്മച്ചിയെല്ലാം വന്നു കേട്ടോ. വെല്ലുമ്മ എന്നാണ്ട് വിശേഷം? വ്ളോഗാ അമ്മച്ചി, എന്നാണ്ട് സുഖമാണോ? അമ്മച്ചി കേട്ടോ. കേട്ടെ അപ്പച്ചനാണെങ്കിൽ എങ്ങനെയാണോ അമ്മച്ച വിശേഷം? സുഖമാണോ? ചുമ്മാ എന്തൊക്കെ പറ. അപ്പച്ചൻ എൻ്റെ ചാനലിൽ വരാൻ പോവാ അടുത്ത വീഡിയോക്കകത്ത്. ഇതാണോ വെച്ചാ? ഗൈസ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് ആൾക്കാരോട് വരണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഗൈസ്, അവിടെ അമ്മച്ചിയും ലേജിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, 2 യൂട്യൂബ് ചാനലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിരിക്കുക. അതാണ് ഗൈസ്, നമ്മൾ കുറച്ചുകൂടെ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പോവാ. ചേച്ചി, അതെ, നമ്മൾ ചെടിച്ചട്ടിയൊക്കെ വെച്ച് കേക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ എല്ലാം നോക്കിയാവും. അതെ, അതുവരെ എല്ലാം ഇതുവരെയൊക്കെ നിന്നാൽ മതിയായിരുന്നു. കുറച്ച് ആൾക്കാരോട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, എൻ്റെ അപ്പച്ചനെ കാണിച്ചു തരാം. നേരത്തെ ഉള്ള വേറൊരു അപ്പച്ചനെ കാണിച്ചു. ഇതാണ് എൻ്റെ വേറൊരു അപ്പച്ചൻ. ഇതാണ് വിജയ അപ്പച്ചൻ. ഈ വ്ളോഗാ, എല്ലാവരും വ്ളോഗിനകത്ത് തരാൻ പോവാ. പിന്നെ ബർത്ത്ഡേ പോയി വീണ്ടും. എന്നാ വിശേഷം? സുഖമാണ്? എന്തൊക്കെ പറ. ലൈവല്ല, ലൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ആയ പോലെ സംസാരിച്ചു. ഒന്നും പറയാനില്ലെന്നാ പറയുന്നത്.
ആ പൊട്ടിക്കില്ലേ? ഫുള്ള് ബ്ലോക്സ് ഇവിടെ മാറ്റിയിട്ട് തിരിച്ച് ശരി. ബസ്സില്ല ഇത് ഓരോ നടത്തി എടുത്തിട്ട് കറക്റ്റ് ആക്കി വെക്കണം. ഹാപ്പി ബർത്ത്ഡേ അപ്പ. എല്ലാമാണ് എന്റെ ജീവനാണ്. അടിപൊളി. വായിക്കണ്ടേ? അപ്പൊ അവർക്ക് Thank you, God Almighty, for giving me the greatest dad. Appa, you are my superhero. Your innocent smile is my comfort. Your prayers are my confidence. Appa, you were with me in all my special moments. When I cried, you soothed me with your silent smile. When I laughed, you laughed with me with your heart. Appa, you are my comfort zone. Wishing you a great, blessed 50th birthday. God bless you, Appa. നീ ഏവില് കൂടെ എന്നതിന് മുന്നേ രണ്ടു വാക്ക് അപ്പയെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അപ്പയെ കുറിച്ച് പറയുമ്പോ അപ്പ എന്റെ അപ്പയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഞാൻ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും ഒരു ഈ മറവി എന്ന് പറയുന്ന സംഭവം ബുദ്ധിമുട്ടായിട്ട് ഉണ്ടല്ലോ. എനിക്കും അപ്പയ്ക്കുള്ള ഒരേപോലൊരു സംഭവമാണ്. ചില കാര്യങ്ങൾ ഇന്റൻഷൻ അല്ലെങ്കിൽ പോലും മറന്നു. അപ്പൊ അതിനകത്ത് മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ മറന്നു. അപ്പൊ എന്തൊരു വഴക്കുണ്ടായാലും പിറ്റേ ദിവസം ആ വഴക്കുണ്ടാകാത്ത പോലെ എനിക്കാണെങ്കിൽ അപ്പേനെ എടുത്തിട്ട് പോയിട്ട് അപ്പ ആ ടെൻഷനിൽ ചെല്ലുവാണെങ്കിൽ അപ്പ എന്ന് വിളിച്ചാൽ എന്നോടാ എന്ന് പറഞ്ഞ് ചെല്ലും. കാരണം അപ്പ ആ കാര്യത്തെ കുറിച്ചുള്ള ഇന്റൻസിറ്റി ഇല്ല, ആ കാര്യം മറന്നുപോയി കഴിഞ്ഞാണ്. അതുകൊണ്ട് ആ ഒരു വലിയ കംഫേർട്ട്സ് അത് തന്നെ എന്റെ കാര്യത്തിലാണെങ്കിലും പലതിലും ഞാനും പലതും മറന്നു. അതിപ്പോ ഒരു എന്നാ പറഞ്ഞേ ആ ട്രീറ്റ് കിട്ടിയത് ഞാൻ ഭയങ്കര ലക്കിയാണ്. കാരണം എന്റെ അപ്പനാണ്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ അപ്പ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എല്ലാരും വലിയ വലിയ ഗിഫ്റ്റ് തരുന്നു. അപ്പം എന്റെ ചെറിയൊരു സംഭവമാണ്. പക്ഷെ ഈ ചെറിയ ഗിഫ്റ്റിന് ഞാൻ ഓർക്കും ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും നമ്മള് സ്ട്രെസ്ഡ് ആകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും. അപ്പം കൂടുതൽ നമ്മുടെ എന്നാ പറയുന്നത് നമ്മളെ കുറിച്ചും നമ്മൾ വന്ന വഴിയും നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നതെന്നും ആഗ്രഹിക്കാനായിരിക്കും. അതിന് നമ്മുടെ കയ്യിൽ എപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു ഫോട്ടോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പം ഒരു ചെറുതാണെങ്കിലും വലുതായ ഗിഫ്റ്റ് ആയിരിക്കും പ്രതീക്ഷിക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. അല്ല അവിടെ ഇല്ല ഫസ്റ്റ് ആ കമന്ന് കിടക്കുന്നുണ്ട്. അല്ലാതെ എന്റെ പിന്നെ കാണാതെ ഇത് കറക്റ്റാ. ഇത് കൊള്ളാലോ. അച്ചാച്ചൻ എന്റെ വോട്ട് ഇത് കുറേ നല്ല വോട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ വെളുത്തിരുന്ന വോട്ടൊക്കെ ഞാൻ എനിക്ക് അങ്ങനെ പ്രിപ്പയർഡ് ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അയ്യോ എനിക്ക് ഭയങ്കര എനിക്ക് വേറെ അച്ചാച്ചന്മാരും ഇല്ല. അപ്പൊ
എനിക്ക് വയ്യ. ചേച്ചി ടാറ്റ. ഞങ്ങൾ സീക്രട്ട് ഒക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. കൈ കൊട്ടി നിൽക്കുന്നു. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഫുൾ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും പോയി നമ്മൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നു. രാവിലെ തൊട്ട് ഇതിൻ്റെ ഫുൾ വർക്കിലൊക്കെ ആയിരുന്നു. അപ്പം നല്ല ക്ഷീണമാണ്. ഇനി കിടന്ന് ഉറങ്ങണം. സോ ഇന്നത്തെ ഞങ്ങളുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവരും പങ്ക് ചേർന്നതിന് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരമെങ്കിലും നിങ്ങളൊന്ന് ഒരു ഹാപ്പി ആയിട്ട് ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഈ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം ചാനൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ.